ഗോഡ്സില്ല ഡിസ്ട്രോയ്സ് ദ മാർവൽ യൂണിവേഴ്സ് എന്ന കോമിക്കിന്റെ രണ്ടാമത്തെ ഇഷ്യൂ ആണ് ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ കോമിക്കിന്റെ ഒന്നാമത്തെ ഇഷ്യൂ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. സോ നമുക്കൊട്ടും സമയം കളയാതെ കഥയിലേക്ക് പോകാം. വർഷം 2099. ലോകത്തെ നശിപ്പിച്ച കൈജുവിനെതിരെ ദ ഫാന്റാസ്റ്റിക് ഫോർ ഇപ്പോഴും പോരാടുകയാണ്. ഗോഡ്സില്ല ഇല്ലാതാക്കാൻ ദ ഫാന്റാസ്റ്റിക് ഫോർ അവസാനമായിട്ട് ഒരൊറ്റകൈ പ്രയോഗം നടത്താൻ പോകുന്നു. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ദ ഫാന്റാസ്റ്റിക് ഫോർ എന്ന ടീമിലെ മെമ്പേഴ്സിനെ അല്ല ഇപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. താടിയും മുടിയും ഒക്കെ നരച്ച് പ്രായമായ ജോണി സ്റ്റോമും മാർവലിന്റെ സൂപ്പർ ജീനിയസ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന മറ്റു 3 പേരുമാണ്. ഫോർജ്, റിറി വില്യംസ്, ടോണി സ്റ്റാർക്ക് ഇവരൊക്കെയാണ് ഇപ്പോൾ ജോണി സ്റ്റോമിനോടൊപ്പം ഉള്ളത്. ലോകത്തെ പഴയ പടിയാക്കാനുള്ള ഒരു ബീക്കൺ നിർമ്മിച്ച് ആ ബീക്കൺ ലോഞ്ച് ചെയ്യാൻ തയ്യാറാവുകയാണ് ദ ഫാന്റാസ്റ്റിക് ഫോർ. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഗോഡ്സില്ല അവരെ കണ്ടെത്തിയിരിക്കുന്നു. ദ ഫാന്റാസ്റ്റിക് ഫോറിന് ബീക്കൺ ലോഞ്ച് ചെയ്യാനായിട്ട് ഒരിത്തിരി സമയം കൂടെ അത്യാവശ്യമാണ്. ഗോഡ്സില്ല ഇപ്പോൾ അവരെ ആക്രമിച്ചാൽ വർഷങ്ങൾ കൊണ്ടുള്ള അവരുടെ പദ്ധതിയും കഷ്ടപ്പാടുമെല്ലാം വെറുതെ ആയി പോകും. തന്റെ ടീം മെമ്പേഴ്സിന് ബീക്കൺ ലോഞ്ച് ചെയ്യാനായിട്ടുള്ള സമയം ലഭിക്കാൻ വേണ്ടിയിട്ട് ജോണി സ്റ്റോം ഹ്യൂമൻ ടോർച്ച് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു. എന്നിട്ട് തന്റെ ഫാമിലിക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ഗോഡ്സില്ലയോട് പ്രതികാരം വീട്ടാൻ അത്യധികം ദേഷ്യത്തോടെ ഗോഡ്സില്ലയ്ക്ക് നേരെ പാഞ്ഞെടുക്കുന്നു. ജോണി സ്റ്റോം തന്റെ എല്ലാ ശക്തിയും എടുത്ത് ഗോഡ്സില്ലയെ കണ്ടിന്യൂസ് ആയിട്ട് ആക്രമിക്കുന്നു. ഇതേ സമയത്ത് ദ ഫാന്റാസ്റ്റിക് ഫോർ വളരെ സക്സസ്ഫുൾ ആയിട്ട് ആ ബീക്കൺ ലോഞ്ച് ചെയ്തെങ്കിലും ഗോഡ്സില്ല തന്റെ അറ്റോമിക് ബ്രത്ത് പ്രയോഗിച്ച് ഹ്യൂമൻ ടോർച്ചിനെ വേപ്പറൈസ് ആക്കുന്നു. അതെ, ജോണി സ്റ്റോം അഥവാ ഹ്യൂമൻ ടോർച്ച് മരണപ്പെട്ടിരിക്കുന്നു. ഹ്യൂമൻ ടോർച്ച് എത്രമാത്രം ഹോട്ട് ആയിരിക്കും? അങ്ങനെയുള്ള ഹ്യൂമൻ ടോർച്ചിനെ പോലും വേപ്പറൈസ് ആക്കിയ ഗോഡ്സില്ലയുടെ അറ്റോമിക് ബ്രത്തിന്റെ ചൂട് എത്ര മടങ്ങ് ശക്തമായിരിക്കും? പ്രസന്റ് ഡേയിലെ ബ്ലാക്ക് പാന്തറിന്റെ ഹോമായ വക്കാണ്ടയിൽ ബ്ലാക്ക് പാന്തർ തന്റെ സഹോദരിയായ വളരെയധികം ജീനിയസ് ആയ ഷൂറിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടാസ്ക് കൊടുക്കുന്നു. അതായത് മോൾമാന്റെ വൈബ്രേനിയം സ്റ്റാഫിനെ പറ്റി നന്നായിട്ട് പഠിച്ച് ആ വൈബ്രേനിയം സ്റ്റാഫിനെ സിന്തസൈസ് ചെയ്യണം. എന്തായാലും അതത്ര എളുപ്പമുള്ള ടാസ്ക് അല്ല. എന്നാലും ഷൂറിയെ പോലെ ഒരു ജീനിയസിന് ആ ടാസ്ക് നിസാരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ഇതുകൊണ്ടൊന്നും ഗോഡ്സിലെ തടയാൻ സാധിച്ചില്ലെങ്കിൽ എല്ലാവരെയും നെഗറ്റീവ് സോണിലേക്ക് കൊണ്ടുപോകേണ്ടി വരുമെന്ന് ഷൂറി ഇവിടെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് ഗോഡ്സില്ലയോട് പോരാടിക്കൊണ്ടിരുന്ന സ്പൈഡർമാനും ഡെയർഡെവിളിനും ഒക്കെ നല്ല പരിക്ക് പറ്റിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഗോഡ്സില്ലയെ വെല്ലുവിളിച്ച സ്പൈഡർമാനെ ഒരൊറ്റയടിയിൽ ഗോഡ്സില്ല ദൂരേക്ക് തെറിപ്പിച്ചു. ഓർക്കണം, സ്പൈഡർമാന്റെ സ്പൈഡർ സെൻസ് പ്രവർത്തിക്കുന്നതിന് മുന്നേ തന്നെ അതിവേഗത്തിലായിരുന്നു ഗോഡ്സില്ല സ്പൈഡർമാനെ ആക്രമിച്ചത്. ഇതേ സമയത്ത് ആന്റ്മാനും വാസ്പും അവിടേക്ക് എത്തി. പെട്ടെന്ന് തന്നെ ഒട്ടും സമയം കളയാതെ ആന്റ്മാൻ തന്റെ പിം പാർട്ടിക്കിൾസ് ഗോഡ്സില്ലയുടെ ഇടത്തെ കണ്ണിന് നേരെ ഷൂട്ട് ചെയ്യുന്നു. ആക്ച്വലി ഗോഡ്സില്ലയെ ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് ആന്റ്മാൻ പിം പാർട്ടിക്കിൾസ് ഗോഡ്സില്ലയ്ക്ക് നേരെ ഷൂട്ട് ചെയ്തത്. ഗോഡ്സില്ലയോട് ആന്റ്മാന്റെ കളി. ആന്റ്മാന്റെ പിം പാർട്ടിക്കിൾസിന് ഗോഡ്സില്ലയുടെ ബോഡിയിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇതൊക്കെ കണ്ട് ഞെട്ടിത്തെറിച്ച ആന്റ്മാനും വാസ്പും ജീവനും കൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഗോഡ്സില്ല വളരെ ദേഷ്യത്തോടെ ഒരു ബാർ ചവിട്ടി നശിപ്പിക്കുന്നു. ഗോഡ്സില്ലയുടെ ആക്രമണത്തിൽ നശിക്കപ്പെട്ട ബാറിൽ ഒരുപാട് സൂപ്പർ വില്ലന്മാർ ബോധരഹിതരായി കിടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സ്പൈഡർമാന്റെ വില്ലന്മാരായ വെനം, സ്പോട്ട്, ഇലക്ട്രോ, റൈനോ, ഷോക്കർ, ഡോക്ടർ ഒക്ടോബസ്, വൾച്ചർ, സാൻഡ്മാൻ എന്നിവരൊക്കെയാണ് അവിടെ ബോധരഹിതരായിട്ട് കിടക്കുന്നത്. ബാർ നശിപ്പിച്ച ഗോഡ്സില്ലയോട് പൊറുക്കാൻ റൈനോ തയ്യാറായില്ല. ഗോഡ്സില്ലയെ കൊല്ലാൻ റൈനോ തയ്യാറാകുന്നു. ഗോഡ്സില്ലയെ കൊല്ലാൻ ദൈവത്തിനോ സെലസ്റ്റിയലിനോ സാധിച്ചില്ല. പിന്നെയാണ് റൈനോ തന്റെ സ്റ്റൈലിൽ അവഞ്ചേഴ്സ് അസംബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് സ്പൈഡർമാന്റെ വില്ലന്മാരോടൊപ്പം ഗോഡ്സില്ലയെ ആക്രമിക്കുന്നു. പോരാട്ടത്തിന്റെ ഇടയ്ക്ക് വെനം എന്ന സിംബിയോട്ട് ഒരു കാര്യം അങ്ങ് തീരുമാനിക്കുന്നു. അതായത് എഡി ബ്രോക്ക് എന്ന തന്റെ ഹോസ്റ്റിനെ വിട്ടിട്ട് അതിശക്തനായ ഗോഡ്സില്ലയെ ഹോസ്റ്റ് ആക്കാമെന്ന്. വെനം എഡിയെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് ഗോഡ്സില്ലയെ ഹോസ്റ്റ് ആക്കാൻ ശ്രമിക്കുമ്പോൾ സ്പൈഡർമാൻ അവിടേക്ക് വന്നിട്ട് വെനത്തിന്റെ പദ്ധതിയെല്ലാം നശിപ്പിക്കുന്നു. സ്പൈഡർമാൻ എഡി ബ്രോക്കിനെയും വെനത്തിനെയും തന്റെ വെബുകൾ പ്രയോഗിച്ച് പിടികൂടിയിട്ട് ആ പ്രദേശത്ത് നിന്ന് തന്നെ മാറ്റുന്നു. ഇതേ സമയത്ത് സാങ്ക്ടം സാങ്ക്ടോറത്തിൽ വെച്ച് ഇന്റർ ഡയമെൻഷണൽ പാരസൈറ്റുകളെല്ലാം ആക്രമിച്ചില്ലാതാക്കിയ ഡോക്ടർ സ്ട്രേഞ്ച് ഗോഡ്സില്ലയുടെ പക്കൽ നിന്നും അവഞ്ചേഴ്സിനെ രക്ഷിക്കാനായിട്ട് മാൻഹാട്ടനിലേക്ക് പോകുന്നു. സൂപ്പർ ഹീറോസും വില്ലന്മാരുമെല്ലാം ഒരുമിച്ച് കിങ് ഓഫ് ദ മോൺസ്റ്ററായ ഗോഡ്സില്ലയെ തുടർച്ചയായിട്ട് ആക്രമിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഗോഡ്സില്ല തന്റെ അറ്റോമിക് ബ്രത്ത് സൂപ്പർ ഹീറോസിന്റെയും വില്ലന്മാരുടെയും നേരെ പ്രയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഡോക്ടർ സ്ട്രേഞ്ച് അവിടേക്ക്
വന്നിട്ട് ക്രിംസൺ ബാൻഡ്സ് ഓഫ് സിട്രാക് ഉപയോഗിച്ച് ഗോഡ്സില്ലയുടെ വായ മൂടിക്കെട്ടുന്നു. രാക്ഷസന്മാരുടെ രാജാവായ ഗോഡ്സില്ല, മനുഷ്യരുടെ ലോകം വിട്ട് നീ നിന്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോകൂ, അല്ലെങ്കിൽ നീ ഇന്നേ വരെ പോരാടിയിട്ടുള്ളവരിൽ ഏറ്റവും ശക്തനായവൻ സോർസറർ സുപ്രീമായ ഞാനാണെന്ന് നീ അറിയും എന്നൊക്കെ ഡോക്ടർ സ്ട്രേഞ്ച് പറഞ്ഞു തീരേണ്ട താമസം ഗോഡ്സില്ല ദ ക്രിംസൺ ബാൻഡ്സ് ഓഫ് സിട്രാക് പൊട്ടിച്ചു കളയുന്നു. അത് കണ്ടിട്ട് സോർസറർ സുപ്രീമായ ഡോക്ടർ സ്ട്രേഞ്ച് വരെ അതിശയിച്ചു പോയി. ഗോഡ്സില്ല മുൻപത്തേക്കാളേറെ ശക്തനായിരിക്കുന്നുവെന്ന് ഡോക്ടർ സ്ട്രേഞ്ചിന് മനസ്സിലായിരിക്കുന്നു. ഗോഡ്സില്ലയ്ക്ക് മുൻപിൽ ഡോക്ടർ സ്ട്രേഞ്ച് പോലും മുട്ടുമടക്കിയെന്നറിഞ്ഞ സൂപ്പർ വില്ലന്മാരെല്ലാം ജീവനും കൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. പിം പാർട്ടിക്കിൾസോ സയൻസോ മാജിക്കോ ഒന്നും തന്നെ കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് ആയ ഗോഡ്സില്ലയെ ബാധിക്കുന്നില്ല. ബ്രൂസ് ബാനർ എവിടെയാണ്? ഹൾക്കിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. തോറിന് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ഡോക്ടർ സ്ട്രേഞ്ച് സ്പൈഡർമാനോട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആകാശത്ത് ഒരു ഉൽക്ക പോകുന്നത് പോലെ എന്തോ ഒന്ന് ഗോഡ്സില്ലയ്ക്ക് നേരെ പാഞ്ഞു പോകുന്നത് സ്പൈഡർമാൻ ഡോക്ടർ സ്ട്രേഞ്ചിനെ വിളിച്ച് കാണിക്കുന്നു. തോറിന്റെ പേര് പറഞ്ഞാൽ അദ്ദേഹം അവിടെ എത്തിയിരിക്കും. അതെ, ഈ പ്രാവശ്യം ഗോഡ് ഓഫ് തണ്ടറായ തോറ് ഒറ്റയ്ക്കല്ല വന്നത്. കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് ആയ ഗോഡ്സില്ലയോട് പോരാടാൻ ഫിൻ ഫാൻ ഫൂം എന്ന ഡ്രാഗനോടൊപ്പമാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. തോറ് തന്റെ മൈറ്റി മ്യോൾനിയർ വലിച്ചെറിഞ്ഞ് ഗോഡ്സില്ലയെ പ്രഹരിക്കുന്ന സമയത്ത് ഫിൻ ഫാൻ ഫൂം അതിവേഗത്തിൽ പറന്നു വന്നിട്ട് ഗോഡ്സില്ലയെ ഒരൊറ്റയടി. ഗോഡ്സില്ല ഒട്ടും വിട്ടുകൊടുത്തില്ല. ഗോഡ്സില്ല ഫിൻ ഫാൻ ഫൂമിന്റെ മുഖത്തേക്ക് ഒരൊറ്റ പഞ്ച് വെച്ചു കൊടുത്തു. ദേഷ്യം വന്ന ഫിൻ ഫാൻ ഫൂം ഗോഡ്സില്ലയുടെ ഫേസിലേക്ക് ആസിഡ് ബ്രത്ത് പ്രയോഗിക്കുന്നുണ്ടെങ്കിലും കട്ടക്കലിപ്പിൽ ഫിൻ ഫാൻ ഫൂമിനെ ഒരു നോട്ടം നോക്കിയ ഗോഡ്സില്ല ഫിൻ ഫാൻ ഫൂമിനെ തന്റെ അറ്റോമിക് ബ്രത്ത് പ്രയോഗിച്ച് ആക്രമിക്കുന്നു. ഗോഡ്സില്ല ഫിൻ ഫാൻ ഫൂമിനെ തറ പറ്റിച്ചു എന്ന് മനസ്സിലാക്കിയ ഡോക്ടർ സ്ട്രേഞ്ച് പെട്ടെന്ന് തന്നെ ആസ്ട്രൽ പ്ലെയിനിലേക്ക് ഗോഡ്സില്ല അയക്കാൻ ഒരു പോർട്ടൽ ഓപ്പൺ ആക്കുന്നു. സൂപ്പർ ഹീറോസും വില്ലന്മാരുമെല്ലാം ഒത്തൊരുമിച്ച് അവരുടെ ശക്തികളെല്ലാം പ്രയോഗിച്ച് ഒരു വിധത്തിൽ ഗോഡ്സില്ലയെ അവർ ആസ്ട്രൽ പ്ലെയിനിലേക്ക് അയക്കുന്നു. ഗോഡ്സില്ല ആസ്ട്രൽ പ്ലെയിനിന്റെ ഉള്ളിലേക്ക് എത്തിയതും ഡോക്ടർ സ്ട്രേഞ്ച് പെട്ടെന്ന് തന്നെ ആ പോർട്ടൽ അങ്ങ് ക്ലോസ് ആക്കുന്നു. പോർട്ടൽ ക്ലോസ് ആയിട്ട് പോലും ഗോഡ്സില്ലയുടെ ഗർജനം ഭൂമിയിൽ കേൾക്കാമായിരുന്നു. മാത്രമല്ല ഗോഡ്സില്ലയുടെ ചെറിയൊരു അനക്കം പോലും വലിയൊരു ഭൂമികുലുക്കം പോലെയാണ് ഭൂമിയിലുള്ളവർക്ക് അനുഭവപ്പെട്ടത്. പോരാട്ടം അവസാനിച്ചിട്ടില്ല. എപ്പോ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ഗോഡ്സില്ല ആസ്ട്രൽ പ്ലെയിനിൽ നിന്ന് പുറത്തേക്ക് വരാം. എത്രയും പെട്ടെന്ന് തന്നെ ഹൾക്കിനെയും മറ്റ് ശക്തരായ സൂപ്പർ ഹീറോസിനെയും കണ്ടുപിടിച്ച് ഇവിടേക്ക് കൊണ്ടുവരണം എന്നൊക്കെ ഡോക്ടർ സ്ട്രേഞ്ച് സ്പൈഡർമാനോട് പറയുന്നു. ഇതേ സമയത്ത് നെഗറ്റീവ് സോണിലേക്ക് ഫ്യൂച്ചറിൽ നിന്ന് ഫാന്റാസ്റ്റിക് ഫോർ അയച്ച പേലോഡ് എത്തുകയും ആ പേലോഡിന്റെ കവറിംഗ് നശിക്കപ്പെട്ട് അതിൽ നിന്ന് ഒരു റോബോട്ട് പുറത്തേക്ക് വന്നു. അത് മറ്റാരുമല്ല, ഫാന്റാസ്റ്റിക് ഫോർ എന്ന ടീമിലെ വിശ്വസ്തനായ ഹെർബി എന്ന റോബോട്ട് ആയിരുന്നു. ഹെർബി എന്ന റോബോട്ട് പ്രസന്റ് ടൈമിലെ ഫാന്റാസ്റ്റിക് ഫോറിനെ തേടി യാത്ര ആരംഭിച്ചു. എന്നാൽ ആക്ച്വലി പ്രസന്റ് ടൈമിൽ ജോണി സ്റ്റോം ഒഴികെയുള്ള മറ്റു ഫാന്റാസ്റ്റിക് ഫോർ മെമ്പേഴ്സ് എല്ലാവരും നെഗറ്റീവ് സോണിൽ അകപ്പെട്ട് കിടക്കുകയാണല്ലോ. ഹെർബി ഫ്യൂച്ചറിൽ നിന്ന് പ്രസന്റ് ടൈമിലേക്ക് യാത്ര ചെയ്യുന്നതോടെ ഗോഡ്സില്ല ഡിസ്ട്രോയ്സ് ദ മാർവൽ യൂണിവേഴ്സ് എന്ന കോമിക്കിന്റെ രണ്ടാമത്തെ ഇഷ്യൂ ഇവിടെ അവസാനിക്കുന്നു. ഹെർബി എന്ന റോബോട്ട് എന്തായാലും നെഗറ്റീവ് സോണിൽ അകപ്പെട്ട ഫാന്റാസ്റ്റിക് ഫോറിനെ കണ്ടെത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ ഹെർബിക്ക് അതിന് സാധിച്ചില്ലെങ്കിൽ ഗോഡ്സില്ല മാർവൽ യൂണിവേഴ്സിനെ നശിപ്പിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഗോഡ്സില്ല ഡിസ്ട്രോയ്സ് ദ മാർവൽ യൂണിവേഴ്സ് എന്ന കോമിക്കിൽ ഇനി എന്തെല്ലാമാകും സംഭവിക്കാൻ പോകുന്നതെന്ന് അടുത്ത ഇഷ്യൂവിൽ കണ്ടറിയാം.